Next, example 3. Find the largest and smallest values of the function f of xy equal to xy. Takes on the ellipse x square by 8 plus y square by 2 equal to 1. അപ്പോൾ ഇതാണ് എലിപ്സിൻ്റെ ഇക്വേഷൻ. ആ എലിപ്സിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. എക്സ് ബൈ 2 റൂട്ട് 2 സ്ക്വയർ പ്ലസ് വൈ ബൈ റൂട്ട് 2 സ്ക്വയർ ഈക്വൽ ടു 1. ഇതിപ്പം എക്സ് ബൈ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഫോമിലായി. അപ്പോൾ എ സ്ക്വയർ ആണ് എക്സ് ഇൻ്റർസെപ്റ്റ്, എ ആണ്. അപ്പോൾ 2 റൂട്ട് 2, ഇതാണ് 2 റൂട്ട് 2, ഇതാണ് എക്സ് ഇൻ്റർസെപ്റ്റ്. വൈ ഇൻ്റർസെപ്റ്റ് ബി ആണ്, അപ്പോൾ റൂട്ട് 2 ആണ് വൈ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ അതാണ് എലിപ്സ്. ഈ എലിപ്സിൻ്റെ മുകളിൽ ഹൈപ്പർബോള, ഈ എലിപ്സിൻ്റെ മുകളിൽ ഹൈപ്പർബോള വരയ്ക്കുക. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ എന്നുള്ള ഹൈപ്പർബോള വരയ്ക്കുക. ഇത് ഇങ്ങനെ ഹൈപ്പർബോള, ഇങ്ങനെ ഹൈപ്പർബോള വരയ്ക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ടച്ച് ചെയ്യും. ഇതുണ്ടോ, ഇവിടെ എവിടെയെങ്കിലും ടച്ച് ചെയ്യും, ഇവിടെ എല്ലാം ടച്ച് ചെയ്യും. ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മാക്സിമം മിനിമം, ടച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് വൈക്ക് ഒരു മാക്സിമം കിട്ടും, ഒരു മിനിമം കിട്ടും. ആ പോയിന്റിൽ ആ മാക്സിമം കിട്ടുന്ന ഇതും മിനിമം കിട്ടുന്നതുമാണ് കാണേണ്ടത്. ഏത് പോയിന്റാണ് എന്ന് കാണണം, മാക്സിമം മിനിമം കാണണം. അപ്പം നമുക്ക് എഫ് ഇവിടെ തന്നിട്ടുണ്ട്, ജി ഹൈപ്പർബോള, ഇതാണ് ജിയുടെ ഇക്വേഷൻ. അല്ല, ഇത് എലിപ്സ്, ഹൈപ്പർബോള എഫ്. ഈ ഹൈപ്പർബോളയുടെ മുകളിലുള്ള മാക്സിമം മിനിമം കണ്ടുപിടിക്കേണ്ട സബ്ജക്റ്റ് ദ കൺസ്ട്രെയിൻ ഈ എലിപ്സ്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എഫ് എന്ന് പറയുന്നത് ഇതാണ്, എഫ് എന്ന് പറയുന്നത് ഇതാണ് ജി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട നമുക്കൊരു ലാംഡ അപ്ലൈ ചെയ്യും, ഒരു കോൺസ്റ്റന്റ് ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി ആൻഡ് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്ന ലാംഡ ആദ്യം കിട്ടണം. ഇതിൻ്റെ അകത്ത് ലാംഡ കിട്ടും. ലാംഡ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടും. അപ്പോൾ ഡെൽ എഫ് കാണണം ആദ്യം. എഫ് ഇവിടെ തന്നിട്ടുണ്ട്, ഇതാണ് എഫ്, ഡെൽ എഫ്. അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ ഐ, വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് ജെ. ഇതാണ് ഡെൽ എഫ്. ലാംഡ ഇൻറ്റു ജി, ഇതാണ് ജി. ഡെൽ ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനെ 2x/8i പ്ലസ് 2y/2j ആണ്. 8 കൂടെ പോയി 4i, ഈ 2 കൂടെ പോയി, അപ്പോൾ ലാംഡ ഇതെഴുതി, ഇത് കിട്ടി ആ ഇക്വേഷൻ. ഇതാണ് ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി, ഇത് കിട്ടി. ഇതിനകത്ത് വൈ രണ്ടും തുല്യമായിരിക്കും. വൈ ഈക്വൽ ടു ലാംഡ ബൈ 4x, എക്സ് ഈക്വൽ ടു ലാംഡ വൈ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഈ ലാംഡ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. വൈ ഈക്വൽ ടു ലാംഡ സ്ക്വയർ ബൈ 4y എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നുകിൽ y ഈക്വൽ ടു 0 എന്ന് എടുക്കാം. y ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താവും? y ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു ലാംഡ ബൈ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, y ഈക്വൽ ടു 0. ഇത് എലിപ്സിൻ്റെ മുകളിലുള്ള പോയിന്റ് അല്ല. അപ്പം ഈ y ഈക്വൽ ടു 0 എന്നുള്ളത് നമുക്ക് സ്യൂട്ടബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? y നോട്ട് ഈക്വൽ ടു 0. y നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ വൈയും കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ഇവിടെ 1 ആവും. അപ്പം ലാംഡ സ്ക്വയർ ഈക്വൽ ടു 4, ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്ന് കിട്ടും. ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2, ഇതുണ്ടോ, ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്ന് കിട്ടി. ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്നുള്ളത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2y, ഇത് കിട്ടി. അപ്പം വൈക്ക് പ്ലസ് 1 കൊടുക്കുക, വൈക്ക് അപ്പം ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2y. അത് നമ്മൾ ജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ജി എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ്, അല്ല, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2y എന്നുള്ളത്
എക്സിൻ്റെ വാല്യൂ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ളത് ഇതാവും, വൈ സ്ക്വയർ എന്നുള്ളത് വൈ സ്ക്വയർ തന്നെ, ഇത് കിട്ടി. ഈക്വൽ ടു ഇത് -1 റൈറ്റ് സൈഡിലേക്ക് വയ്ക്കുമ്പോൾ ഈക്വൽ ടു 1. ഇത് സോൾവ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എക്സ് ഈക്വൽ ടു +or-2y എന്ന് കിട്ടി. അത് എലിപ്സിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ 4y² + 5y² = 8. അപ്പോൾ 8y² = 8 എന്ന് കിട്ടി. അപ്പോൾ y² = 1 എന്ന് കിട്ടും. y = +or-1. അപ്പോൾ y = +or-1 എന്ന് കിട്ടും. y = +or-1. x എന്തായിരിക്കും? x = എന്താ? x = +or-2y ആണ്. x = +or-2y ആണ്. അപ്പം ആദ്യം yക്ക് +1 കൊടുക്കുക, +1 കൊടുക്കുക. അപ്പം x = 1, y = 1. അത് x = yക്ക് 1 കൊടുക്കുമ്പോൾ x = 2, y = 1. yക്ക് 1 കൊടുക്കുമ്പോൾ x = +or-2 ആവും. yക്ക് 1 കൊടുക്കുമ്പോൾ x = 2, y = 1 ആവും. പിന്നെ x = -2, y = 1 ആവും. ഇനി yക്ക് -1 കൊടുക്കുമ്പോൾ x = 2, y = -1, x = -2, y = -1. ഇങ്ങനെ 4 വാല്യൂസ് കിട്ടും. ഇതാണ് 4 വാല്യൂസ്. ഇതാ. അപ്പോൾ ഇതാണ് 4 വാല്യൂസ് കിട്ടുക. അപ്പം x = 2, y = 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിട്ടും. അവിടുത്തെ f(x, y) എന്തായിരിക്കും? f(21) എന്തായിരിക്കും? 2 × 1 ആയിരിക്കും f(y). അപ്പം 2. അപ്പം f(21) = 2 കിട്ടും. ഈ പോയിന്റിലും എന്ത് കിട്ടും? f(-2 - 1) അതും 2 കിട്ടും. പിന്നെ ഇവിടെ ഈ പോയിന്റ് ഏതാ? ഈ പോയിന്റ് x = 2, y = -1 ആണ്. അവിടെ -2 കിട്ടും, ഇവിടെയും -2 കിട്ടും. ഇവിടെ -2, ഇവിടെ -2, ഇവിടെ 2, ഇവിടെ 2. അപ്പം ഇത് മാക്സിമം, ഇത് മിനിമം. അതാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ കർവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോയിന്റ് നോക്കുക. ഈ റെഡ് നമ്മുടെ ഹൈപ്പർബോളയുടെ, ഈ പോയിന്റ് ഹൈപ്പർബോളയുടെ ഡെല്ലാണ്, f(f)(f) അതിതാണ്. ദെൻ ഈ ജിയോ, അത് എലിപ്സിന്റെ ∇g ആണ്. ഇവിടെ ∇f = ലാംഡയുടെ വാല്യൂ എത്രയാ? ലാംഡയുടെ വാല്യൂ +or-2 ആണ്. ∇f = 2, അവിടെ +2 എടുക്കുക, 2 λg ആയിരിക്കും. ഉണ്ടാവും. ∇f ഇതാണ്. ഇതിനെ 2 കൊണ്ട്, ഈ ∇g-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ∇f കിട്ടും. ഉണ്ടാവും ഈ ഇക്വേഷൻ. ഈ പോയിന്റ് എന്താണ്? ഇതിന് രണ്ടിനെ നോർമൽ പാരലായിരിക്കും. ഈ റെഡ് എഫിന്റെ f(x, y) = xy എന്ന് പറയുന്ന ഹൈപ്പർബോളയുടെ ∇f എന്ന് പറയുന്നത് ഇതാണ്. ∇f ഈ പോയിന്റ്. ഇനി അവിടെ നമ്മുടെ എലിപ്സ് എന്ന് പറയുന്ന ഈ എലിപ്സിന്റെ ∇g എന്ന് പറയുന്നത് ഇതാണ്. ഈ പോയിന്റിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, ഒരേ പോയിന്റ് തന്നെയാണ്. ആ 2 പോയിന്റിലെയും രണ്ടിന്റെ നോർമല് പാരലായിരിക്കും. അപ്പോൾ ഇത് ഹൈപ്പർബോളയുടെ നോർമല്, ഇത് എലിപ്സിന്റെ നോർമൽ, ഇത് രണ്ടും പാരലായിരിക്കും. അതുകൊണ്ടാണ് ∇f = 2 λ
ടു ഡെൽ ജി എന്ന് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ഡൗട്ടൊന്നുമില്ല. അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഇതുണ്ടോ, ഇതാണ്. അപ്പം ഈ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ എന്ന് പറയുന്ന ഹൈപ്പർബോള, ഇതിലെ വരുന്ന ഹൈപ്പർബോള ഈ എലിപ്സിൻ്റെ മുകളിൽ വരുമ്പോൾ മാക്സിമം എത്രയാ മിനിമം എത്രയാണെന്ന്, മാക്സിമം എവിടെയാണ് കിട്ടുന്നത്, മിനിമം മാക്സിമം കിട്ടുന്നത് ഈ പോയിന്റിലും മാക്സിമം 2 കിട്ടും. മിനിമം ഈ പോയിന്റിലും മിനിമം കിട്ടും. മിനിമം -2ഉം മാക്സിമം 2 ആണ്. അതിന് നമ്മൾ എടുക്കുന്ന ഇതാണ് അതിനെടുക്കുന്ന ഇക്വേഷൻസ്. അപ്പം മറന്നു പോകരുത്, നമ്മൾ മാക്സിമം മിനിമം ചെയ്യുന്നതിന് മാക്സിമം മിനിമം കാണുന്ന ഫംഗ്ഷന് എഫ് ആയിട്ട് എടുക്കുക, കൺസ്ട്രെയിനെ ജി ആയിട്ട് എടുക്കുക. ജി ഈക്വൽ ടു 0 ആയിരിക്കണം. സബ്ജക്റ്റ് എഫ് ഓഫ് എക്സ് വൈ മാക്സിമം മിനിമം ആകണം, സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻ ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം, എക്സാമ്പിൾ 4. Find the maximum and minimum values of the function f of x y equal to 3x plus 4y on the circle x square plus y square equal to 1. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെയാണ് മാക്സിമൈസ് ചെയ്യേണ്ടത്. ഇതൊരു ലൈനിൻ്റെ ഇക്വേഷനാണ്. ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ. അപ്പം നമുക്ക് കാണേണ്ടത് ആ ലൈനും സർക്കിളുമാണ്. ഇതുണ്ടോ, ഇതാണ് ലൈൻസ് കണ്ടോ, ഈ ലൈൻസ് ആണ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3x plus 4y എന്ന് പറയുന്ന ലൈൻസ് ആണിത്. ഈ ലൈനിൽ നമുക്ക് എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ -1 എന്ന് പറയുന്ന ഈ സർക്കിള്. അപ്പോൾ ഈ ലൈനിൻ്റെ മുകളിൽ ഈ സർക്കിൾ വരുമ്പോൾ അത് രണ്ടും കൂടെ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഏതാ, എഫ് ഓഫ് എക്സ് വൈ, ഈ ലൈനിന് മാക്സിമം വാല്യൂ എപ്പോഴാണ് കിട്ടുന്നത്, ഏത് പോയിന്റിലാണ്, മിനിമം വാല്യൂ ഏത് പോയിന്റിലാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 4 പോയിന്റ് കിട്ടും. ഇത് മിക്കവാറും ഇത് ഈ 4 പോയിന്റ് ആയിരിക്കും കിട്ടുക. നമ്മൾ ചെയ്തു നോക്കണം. ആ 4 പോയിന്റിൽ ഒരു മാക്സിമം കിട്ടുന്ന പോയിന്റ് ഏതാ, മിനിമം കിട്ടുന്ന പോയിന്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ നമ്മളിവിടെ പ്രോബ്ലം ഇത് നമ്മുടെ എഫ് ഇതാണ്, ജി ഇതാണ്. അപ്പം കൺസ്ട്രെയിൻസ് ലാംഡ ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി. അപ്പം എഫിനെ ഡെൽ എഫ് ഇതാണ്, ലാംഡ ഇൻറ്റു ഡെൽ ജി ഇതാണ് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. അപ്പം ഈ 2 ഇക്വേഷൻ കൂടി സോൾവ് ചെയ്യണം. ആദ്യത്തെ ഇക്വേഷൻ്റെ അകത്ത് എന്ത് കിട്ടും, ഇതിൻ്റെ അകത്തുനിന്ന് ഇതുണ്ട് 3 ഈക്വൽ ടു 2x ലാംഡ. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 ലാംഡ എന്ന് കിട്ടും. 4 ഈക്വൽ ടു 2y ലാംഡ, y ഈക്വൽ ടു 2y ലാംഡ എന്ന് കിട്ടും. അപ്പം എക്സും വൈയും കിട്ടി. അത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഈ ഇക്വേഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം ഇവിടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പം ഇത് കിട്ടി, ലാംഡ ഈക്വൽ ടു +or-5/2. ലാംഡ ഈക്വൽ ടു +or-5/2 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്, എക്സിൻ്റെ വാല്യൂ ഇതാണ്. ലാംഡയുടെ വാല്യൂ കൊടുക്കുക. ലാംഡയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ +or-3/5, വൈയുടെ വാല്യൂ +or-4/5 എന്ന് കിട്ടും. ഇതാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, എക്സിൻ്റെ വാല്യൂ 3/5, 4/5 അതിവിടെ കിട്ടും. ഇനി എക്സിൻ്റെ വാല്യൂ -3/5, -4/5 ഇവിടെ കിട്ടും. ഇനി എക്സിൻ്റെ വാല്യൂ +3/5, വൈയുടെ വാല്യൂ -4/5 ഇവിടെ കിട്ടും. ഇനി എക്സിൻ്റെ വാല്യൂ -3/5, വൈയുടെ വാല്യൂ 4/5 ഇവിടെ കിട്ടും. ഈ 4 വാല്യൂസ് പോയിന്റാണ് കിട്ടുന്നത്. ഈ 4 പോയിന്റിൽ എവിടെയാണ് മാക്സിമം, എവിടെയാണ് മിനിമം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 4 വാല്യൂസ് കിട്ടി. അത് ദെൻ നമ്മൾ ആദ്യം
ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3x + 4yക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിൻ്റെ വാല്യൂ 3/5, വൈയുടെ വാല്യൂ 4/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 5 കിട്ടും. അതുപോലെ തന്നെ മൈനസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ +5 കിട്ടും. ഇനി ഈ വാല്യൂ -5 കിട്ടും. അപ്പോൾ ഇതാണ്. അപ്പം മാക്സിമം കിട്ടുന്ന ഈ പോയിന്റിലും മിനിമം കിട്ടുന്ന ഈ പോയിന്റിലുമാണ്. അതാണ് നമുക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്തത് ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ മാക്സിമൈസ് ചെയ്യുന്ന f(x, y) = 3x + 4yനെ മാക്സിമൈസ് ഓർ മിനിമൈസ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ക്രിട്ടിക്കൽ പോയിന്റ് 4 ക്രിട്ടിക്കൽ പോയിന്റ് ആണ് കിട്ടുന്നത്. 4 ക്രിട്ടിക്കൽ പോയിന്റ് ആണ് കിട്ടുന്നത്. 4 ക്രിട്ടിക്കൽ പോയിന്റ് ഇവിടെയാണ് കിട്ടുക. 4 ക്രിട്ടിക്കൽ പോയിന്റ്. അതിൽ ഈ ഫംഗ്ഷൻ്റെ 4 ക്രിട്ടിക്കൽ പോയിന്റിലും എക്സിനും വൈക്കും ഈ വാല്യൂ കൊടുക്കുമ്പോൾ 5ഉം കിട്ടും -5ഉം കിട്ടും. അപ്പോൾ 5ൽ മാക്സിമം -5 മിനിമമാണ്. അപ്പോൾ ഈ പോയിന്റിൽ മാക്സിമം, ഈ പോയിന്റിൽ മിനിമം. അതിന് നമ്മൾ ചെയ്തത് എന്താണ്? എഫ് ആണ്. എഫിന് ∇f = ഇത് g λ∇g എന്ന് എഴുതി. എന്നിട്ട് എക്സും വൈയും കിട്ടി. എക്സും വൈയും നമുക്ക് ലാംഡയിൽ കിട്ടി. എക്സും വൈയും ലാംഡയിൽ കിട്ടി. അത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാംഡയ്ക്ക് 2 വാല്യൂസ് കിട്ടി. ആ ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിനും വൈക്കും വാല്യൂസ് കിട്ടും. ഓക്കെ.